കേരളത്തിലെ അക്കാദമികൾ, സർവകലാശാലകൾ, പാഠ്യപദ്ധതി നിർമ്മാണ സമിതികളൊക്കെ ഇപ്പോൾ ഗുണനം എന്ന പദം എടുത്താൽ എന്താണ് അതിൻ്റെ ആശയം എന്നുള്ളത് കുട്ടി ഒരിക്കലും വേറെ എവിടെയും പരിചയപ്പെടുന്നില്ല. പണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പെരുക്കപ്പട്ടിക എന്നാണ്. പെരുകുക. അപ്പോൾ പെരുക എന്നുള്ള ആശയം നമുക്കറിയാമല്ലോ. ഒന്ന് പെരുകി, അടുത്ത് പെരുകി. അപ്പോൾ പെരുക്കപ്പട്ടിക എന്ന് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നിയിട്ട് ഈ പാഠപുസ്തകം ഉണ്ടാക്കിയവരെന്ത് ചെയ്തു? ഗുണനം എന്നാക്കി. കൂട്ടലെന്നുള്ളതിന് എന്തോ പ്രശ്നമുണ്ടെന്ന് നോക്കിയിട്ട് എന്താക്കി? സങ്കലനം എന്നാക്കി. ഇങ്ങനെ മലയാള ഭാഷയ്ക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് വിചാരിച്ച് ഇവർ ഓരോ വാക്കുകളായി വെട്ടി അതെല്ലാം തെറിയാണ് എന്ന് പറഞ്ഞ് മാറ്റിവെക്കുക ചെയ്തത്. അങ്ങനെ ഒരു തരം സംസ്കൃതം കലർന്ന മണിപ്രവാള ഭാഷയാണ് അതിലാണിപ്പം നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? സയൻസും മാത്സും സോഷ്യലിസും ഒക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കുട്ടിക്ക് ഒരു തരത്തിലുള്ള ആശയഗ്രഹണവും സ്കൂളിൽ നടക്കുന്നില്ല. മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സയൻസിലോ സാമൂഹ്യ ശാസ്ത്രത്തിലോ ഗണിതശാസ്ത്രത്തിലോ ഒരു തരത്തിലുള്ള ആശയരൂപീകരണവും നടക്കുന്നില്ല. കാരണം ഇവർ ഈ ഭാഷയുടെ പരിമിതിയെ മറികടന്നിട്ട് വേണം ആശയത്തിലേക്ക് എത്താൻ. ഭാഷയുടെ പരിമിതിയെ മറികടക്കാൻ അധ്യാപകർക്ക് പോലും പറ്റുന്നില്ല. ഇപ്പം പച്ചിരുമ്പ് ദണ്ട് തിരശ്ചീനമായും ലംബമായും ഒരു ചെമ്പ് കമ്പി ചുരുളിനുള്ളിൽ ചലിപ്പിക്കുമ്പോൾ ഏത് ദിശയിലേക്കാണ് വൈദ്യുത പ്രവാഹം ഉണ്ടാകുക? ഇങ്ങനൊരു ചോദ്യം കാണുന്ന കുട്ടി ആ ഭാഷയെ എങ്ങനെ മറികടക്കുമെന്ന് കരുതിയിട്ടാണ് അമ്പരക്കുന്നത്. അല്ലാതെ ഈ ഫിസിക്സിലെ ഈ ആശയം എന്താണെന്ന് മനസ്സിലാക്കുക അല്ല അവന് വേണ്ടത്. സ്വേദന പ്രക്രിയ എന്താണ്? വെള്ളം ചൂടാക്കുന്നതിനാണ്. ലവണം എന്നിങ്ങനെ നമ്മൾ മനുഷ്യജീവിതത്തിൽ ആ കുട്ടി പിന്നീട് 10ാം ക്ലാസ് കഴിഞ്ഞ് പോയാൽ ഒരിക്കലും ഉപയോഗിക്കേണ്ടാത്ത പദങ്ങൾ നിരന്തരമായി പാഠപുസ്തകങ്ങളിൽ കുത്തി നിറച്ച് പ്രശ്നമാക്കിയേക്കണം. ഇതെന്താണ് ഇതിന് കാരണം? ഒറിജിനൽ മലയാള ഭാഷയിലെ യഥാർത്ഥ മലയാള ഭാഷയിലെ പദങ്ങൾ അതിനെന്തോ കുറവുണ്ട്. കുമാരനാശാൻ തള്ളയും കുട്ടിയും എന്ന കവിത എഴുതുന്നു. നമ്മൾ അതിപ്പം വെട്ടിയിട്ട് അമ്മയും കുട്ടിയും എന്നാക്കി മാറ്റുന്നു. തള്ളയ്ക്ക് എന്താണ് കുഴപ്പം? തന്തയ്ക്ക് എന്താണ് കുഴപ്പം? തള്ള എന്ന് പറഞ്ഞാൽ തെറിയായി. അവൻ മനസ്സിലായില്ലേ? കിഴവി എന്ന പദം ഞാൻ പാഠപുസ്തക സമിതിയിലുള്ളപ്പം മനഃപൂർവ്വം കാരൂരിൻ്റെ കോഴിയും കിഴവിയും എന്ന പാഠഭാഗം എടുത്തു വെച്ചു. അതിലെ കിഴവി എന്ന പദത്തെ നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ നല്ല അർത്ഥത്തിലാണ്. നമുക്കിപ്പോൾ വൃദ്ധ എന്ന് പറഞ്ഞാലേ ശരിയാവുള്ളൂ. ഇങ്ങനെ മലയാള ഭാഷ കൊള്ളിയല്ലെന്ന് നമുക്ക് തന്നെ തോന്നിയാൽ പിന്നെ എങ്ങനെയാണ് പദസമ്പത്ത് ഉണ്ടാവുക? ഒരു ഭാഷ എങ്ങനെയാണ് വളരുക? തമിഴിൽ എന്തേരം വാക്കുകളുണ്ട് ഒരേ ആശയത്തിന് തന്നെ. അതുമാത്രമല്ല, ഇങ്ങനെ സംസ്കൃതത്തിൽ നിന്നും കടമെടുത്ത് മണിപ്രവാളമാക്കി മാറ്റിയ ധാരാളം പദങ്ങൾ മലയാളത്തിൽ വന്നതുകൊണ്ടാണ് ഇത്രയും സങ്കീർണമായൊരു അക്ഷരമാല നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നത്. അതാണ് ഇവർ എഴുത്തച്ഛൻ 51 അക്ഷരം എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കി എന്ന് പറയുന്നതിൻ്റെ കാര്യം ഇതാണ്. എന്തിനാണ് ഇത്രയും അക്ഷരങ്ങൾ? തമിഴിൽ ഇത്രയും അക്ഷരങ്ങളുണ്ടോ? എന്നിട്ട് അവർക്ക് എത്രയോ ആശയവിനിമയം നടത്താൻ സാധിക്കുന്നുണ്ട്. എത്രയോ പദങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ മുഖം എന്ന് പറഞ്ഞാൽ എന്നാ? നമ്മളെല്ലാം പറയുന്ന മുഖം അല്ലെങ്കിൽ നഖം എന്ന് പറയുന്നത് നമ്മൾ നഖം എന്ന് എഴുതുന്നു. അതിനുവേണ്ടി ഒരു അക്ഷരം കൊണ്ടുവരുന്നു. ഇങ്ങനെ സംസ്കൃതത്തിലെ പദങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് കുറേ അക്ഷരം കൊണ്ടുവന്നിട്ടാണ് ഇത്രയും കുട്ടികൾക്ക്. അതാണ് എനിക്ക് തോന്നുന്നത് ഞാൻ മലയാള ഭാഷാ പഠനം നടത്തുമ്പോൾ ഇത്രയും സങ്കീർണമായ അക്ഷരഘടനയാണ് കുട്ടികളെ ഈ മലയാള ഭാഷയിൽ നിന്ന് അകറ്റുന്നത്. അതിനൊരു അക്ഷരത്തെറ്റ് വരുന്നു എന്ന് പറയുന്നു. അപ്പോൾ കുട്ടികൾക്ക് എന്തിനാണ് ഇങ്ങനെ സങ്കീർണമാക്കിയിട്ട് നമ്മൾ അക്ഷരത്തെറ്റ് വരുത്തുന്നത്? വളരെ ലളിതമാണ് മലയാള ഭാഷ. ആ ലളിതമായ മലയാള ഭാഷ എന്തോ പ്രശ്നമാണെന്നും സങ്കീർണമായെങ്കിലേ ഇത് എന്താവുള്ളൂ, ഗൗരവം വരുള്ളൂ, ഒരു സാഹിത്യത്തിനൊരു ഗൗരവം വരുള്ളൂ. ഇതിനെതിരെയാണ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് മുതൽ എന്ന നോവല് ഞാൻ ആ ഭാഷയിൽ തന്നെ എഴുതിയത്. ഈ ഗൗരവമുള്ള എന്ന് നമ്മൾ പറയുന്ന ഈ പണ്ഡിതന്മാർ എന്ന് പറയുന്നത്, നമ്മളങ്ങനെ പണ്ഡിതന്മാരാകണ്ട, അറിവുള്ളവരാകട്ടെ പണ്ഡിതർ. അല്ലാതെ ഒരറിവും ഇല്ലാതെ ഏതെങ്കിലോ കുറച്ച് സംസ്കൃത പദങ്ങൾ ഉപയോഗിക്കുന്നവൻ പണ്ഡിതനായി മാറുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, മലയാള ഭാഷയെ ഉടച്ചു വാർക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നമ്മുടെ പദങ്ങളെ നമ്മുടെ യഥാർത്ഥ മലയാള ഭാഷയിലുള്ള പദങ്ങളെ നമുക്ക് തിരിച്ചു പിടിക്കണം. അതുമാത്രമല്ല, പുതിയ കാലത്ത് ഇംഗ്ലീഷിൽ നിന്ന് നമ്മൾ സംസ്കൃതത്തിൽ നിന്ന് കടം കൊണ്ടിട്ടുണ്ട്, നമ്മൾ ഹിന്ദിയിൽ നിന്ന് കടം കൊണ്ടിട്ടുണ്ട്, നമ്മൾ പോർച്ചുഗീസിൽ നിന്ന് കടം കൊണ്ടിട്ടുണ്ട്, നമ്മൾ ഡച്ച് ഭാഷയിൽ നിന്ന് കൊണ്ടിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ഏറ്റവും കൂടുതൽ കടം കൊള്ളുന്നത് ഇംഗ്ലീഷിൽ നിന്നാണ്. അപ്പോൾ ആ ഇംഗ്ലീഷ് പദങ്ങളെ മുഴുവൻ, ഇപ്പം ബെഞ്ച് നമുക്ക് പകരം പദമില്ല, ബെഞ്ച് മലയാള പദമായി മാറിക്കഴിഞ്ഞു. അതുപോലെ ശാസ്ത്രത്തിൻ്റെയും
ഗണിതശാസ്ത്രത്തിൻ്റെയും സാമൂഹ്യശാസ്ത്രത്തിൻ്റെയും പദങ്ങളെ, ഇംഗ്ലീഷ് പദങ്ങളെ നമ്മൾ പരമാവധി മലയാള പാഠപുസ്തകത്തിലേക്ക് മലയാള പദങ്ങളാക്കി മാറ്റി എഴുതുകയാണ് വേണ്ടത്. അങ്ങനെ എഴുതിയാലുണ്ടാകുന്ന ഗുണം, ഈ കുട്ടി 10ാം ക്ലാസ് കഴിഞ്ഞ് +2 പഠിച്ചാലും ഡിഗ്രിക്ക് പഠിച്ചാലും അതിനപ്പുറത്തേക്ക് പോയാലും ഇവൻ ഇതേ പദം തന്നെ ഉപയോഗിക്കാം. അതുമാത്രമല്ല, ഈ പദം പഠിക്കുന്നതിലെ ഈ ഭാഷ പഠിക്കുന്നതിലെ സങ്കീർണത ഒഴിവാക്കിയിട്ട് കുട്ടിക്ക് എന്ത് ചെയ്യാം? സയൻസിലെ ആശയഗ്രഹണം എന്ന് പറയുന്ന സാധനം കൃത്യമായി നടക്കും. അതിന് ഭാഷയെ ലഘൂകരിച്ചല്ലേ പറ്റുള്ളൂ, ഭാഷയെ ലളിതമാക്കിയല്ലേ പറ്റുള്ളൂ. പക്ഷെ അതിനിവിടെ ആരും സമ്മതിക്കില്ല. അങ്ങനെ ലളിതമാക്കുമ്പോൾ അത് തെറിയാണ് എന്നാണ് ആളുകൾ പറയുന്നത്. ഞാനത് എൻ്റെ കൃതികൾ മുഴുവൻ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ്. അങ്ങനെയാണ് മലയാള ഭാഷയെ നവീകരിക്കാനുള്ളൊരു ശ്രമം നടക്കുന്നത്.